ഹലോ, ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. ഇത് ഇന്നലെ നമ്മുടെ ബിസിനസ് നമ്പറിലോട്ടൊരു മെസ്സേജ് വന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു ഹാമ്പർ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ഇതിന് എന്നാ റേറ്റ് ആവും, അവർക്കൊരു 5 എണ്ണം ചെയ്യാനായിട്ടാണ് നമുക്ക് ഓർഡർ തന്നത്. എൻഗേജ്മെൻറ്റിനാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിച്ചു, നമ്മൾ അതിൻ്റെ റേറ്റ് പറഞ്ഞു. അപ്പോൾ ആ റേറ്റ് നമ്മൾ പറഞ്ഞ റേറ്റ് അവർ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ മേടിച്ചു. എന്നിട്ട് അവർ 23,000 നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് സെൻഡ് ചെയ്തു. അതിൻ്റെ എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അവർ പിന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് സോറി മിസ്റ്റേക്ക് 23,000 അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബാലൻസ് പെട്ടെന്ന് അവർക്ക് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് വെറും 10,000 നമ്മൾ പറഞ്ഞു 5 ഹാമ്പറിന്. 23,000 അവർ അയച്ചു. 27,000 അവർ അയച്ചിട്ട് പറഞ്ഞു പിന്നെ അവർക്ക് ആ ഫണ്ട് ബാക്കി അയക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കറക്റ്റാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഗൂഗിൾ പേയിൽ അവർ വെറുതെ ടെസ്റ്റ് മെസ്സേജ് അയച്ച് പെയ്ഡ് എന്ന് പറഞ്ഞ് ടിക്ക് പോലെയൊക്കെ വന്നു. നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഗൂഗിൾ പേ കയറി ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴത്തേക്കും അവർ അയച്ചിട്ടില്ല. ജസ്റ്റ് ടെസ്റ്റ് മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിത് സൂക്ഷിക്കുക. പ്രത്യേകിച്ചും ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ ബന്ധപ്പെട്ടവരെല്ലാം ഇത് സൂക്ഷിക്കുക. ഇതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. ഗൂഗിൾ പേ കയറി പരിശോധിച്ചില്ല എങ്കിൽ നിങ്ങളും ഇതേപോലെ കബളിക്കപ്പെട്ടിട്ട് നിങ്ങൾ ബാലൻസ് എമൗണ്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ഡീറ്റെയിൽസും നമ്പറും ഇവരുടെ പ്രൊഫൈലും എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഗേളിൻ്റെ ഒരു സൈഡ് പോലെ വന്ന് കമ്മലൊക്കെ ഇട്ടൊരു DP ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇവർ മെസ്സേജ് അയച്ചിട്ട് ഇതേപോലെ ഫണ്ട് തിരിച്ച് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. അപ്പം ഇതാർക്കും ഒരു അബദ്ധം ഇനി പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക.